ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത് ക്രിസ്തുവർഷ ആരംഭമാണ്. ക്രിസ്തുവർഷ ആരംഭം എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ നമ്മളെല്ലാം ആഘോഷിക്കുന്ന ജനുവരി 1. അത് ക്രിസ്തുവർഷ ആരംഭത്തിൻ്റെ ആരംഭമാണ്. ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത് ജനുവരി മാസത്തെക്കുറിച്ചാണ്. ജനുവരി 1-ാം തീയതി ക്രിസ്തുവർഷ ആരംഭം. അന്ന് തന്നെയാണ് ലോക ഫാമിലി ഡേ. ലോക ഫാമിലി ഡേ, ലോക കുടുംബദിനം ജനുവരി 1. അതുപോലെ മന്നം ജയന്തി ജനുവരി 2-ാം തീയതിയാണ്. മന്നത്ത് പത്മനാഭൻ്റെ ജയന്തി, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ മരിച്ചത് ദിവസം. ജനുവരി 3 പഴശ്ശിരാജ കേരളത്തിലെ യുദ്ധത്തിൽ വയനാട്ടിൽ നിന്നും പടപൊരുതി ആത്മാഹൂതി ചെയ്ത വീര പഴശ്ശിരാജാവിൻ്റെ ജന്മദിനം ജനുവരി 3-നാണ്. ഇപ്പോൾ നമുക്കിടയിലുള്ള ബുദ്ധിപരമായ ബ്രില്യൻ്റായ കുട്ടികളുടെ ദിവസമാണ് ജനുവരി 4. ജനുവരി 4 വേൾഡ് ബ്രില്യൻസ് ഡേ. ജനുവരി 5 നമ്മുടെ പ്രകൃതിയിൽ പറന്നു നടക്കുന്ന പക്ഷികളെക്കുറിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് ദേശീയ പക്ഷി ദിനമാണ് ജനുവരി 5-ാം തീയതി. ജനുവരി 6 എന്ന് വെച്ചാൽ നമ്മുടെ ലോകം വലിയ യുദ്ധങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചവരാണ്. ആ സാക്ഷ്യം വഹിച്ച ആ യുദ്ധത്തിൽ സ്വന്തം മാതാപിതാക്കളൊക്കെ നഷ്ടമായ കുട്ടികളുണ്ട്. അപ്പോൾ അവരെ ഓർക്കാനായിട്ട് വേൾഡ് വാർ ഓർഫൻസ് ഡേ ആണ് ജനുവരി 6-ാം തീയതി. അടുത്ത ജനുവരി 8-ാം തീയതിയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടേഷൻ ഡേ ആയിട്ടാണ്. ജനുവരി 9 പ്രവാസി ദിനമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കൂടുതലായിട്ടും പങ്കുവഹിക്കുന്നത് പ്രവാസികളാണ്. വിദേശത്ത് പോകുന്ന പലരുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച് ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും പല കാര്യങ്ങളും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 9 പ്രവാസി ദിനമാണ്. അതുപോലെ ജനുവരി 10 നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദിക്ക് ഒരു ദിവസമായിട്ടാണ് ദേശീയ ഹിന്ദി ദിനമാണ്. അതുപോലെ ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരമദിനമാണ് ജനുവരി 11. മുകളിൽ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ദിവസങ്ങൾ, ഈ ഒരു 11 ദിവസം കാലം, ജനുവരി മാസത്തിൽ 11 ദിവസം കാലം വന്നിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് എന്തായാലും PSC നിങ്ങൾ കൂടുതലായിട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തെറ്റ് കുറ്റങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.